ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ഇറ്റ്സ് മീ അനസുദ്ദീൻ സാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. മക്കളെ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന വളരെ ഷുവർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് നോക്കാം. മക്കളെ, ഈ കണ്ടന്റ് മാത്രം കണ്ടാൽ പോരാ, ഈ കണ്ടന്റ് കാണും, പിന്നെ നമ്മുടെ ലൈവുകളെല്ലാം കാണും. ലൈവുകളെല്ലാം കണ്ടിട്ട് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഈ എക്സാമിലോട്ട് പോകാവുള്ളൂ. അപ്പൊ ഇന്ന് രാവിലെ വൈകുന്നേരം 7:00 സൂപ്പർ സ്വിച്ച് ഉറപ്പായിട്ടും കാണും. ഷുവർ ക്വസ്റ്റ്യൻസ് അഥവാ നമുക്ക് എത്രയാണോ എല്ലാ ചാപ്റ്റേഴ്സിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് അഥവാ നമ്മൾ നാളത്തെ എക്സാമിന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആയിരിക്കും സൂപ്പർ സ്വിച്ചിൽ പറയാൻ പോകുന്നത്. 60 ചോദ്യങ്ങളുള്ള കുറഞ്ഞ സമയമുള്ള മക്കളെ. അപ്പോൾ ആ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിരിക്കും, അതിലൊരു മാറ്റമില്ല. സോ എല്ലാവരും ലൈവിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇവിടെ വെക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺവേർട്ട് ദ ഫോളോയിങ്. മക്കളെ, ഒരു കൺവേർഷൻ ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കൺവേർഷൻ ക്വസ്റ്റ്യൻസ്. മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം? ഇവിടെ വെക്കാം. ഇവിടെ 35.25 ബേസ് 10 ബേസ് 2 കൺവേർട്ട് ചെയ്യുക. എങ്ങനെ ചെയ്യാം? 35 എന്താണ്? അതൊരു സാധാ ഫ്രാക്ഷണൽ പാർട്ട് ഇല്ലാത്ത നമ്പറാണ്. ഫ്രാക്ഷണൽ പാർട്ട് ഉള്ള നമ്പറിലല്ലോ. 35 നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യില്ലേ? നമുക്ക് 35 ഡിവൈഡഡ് ബൈ 2 ഇത്ര മക്കളെ 17, റിമൈൻഡർ 1, ദെൻ 8 റിമൈൻഡർ 1, then 4 remainder 0, then 2 remainder 0, then 1 remainder 0, 0 remainder 1 അല്ലേ? ക്ലിയർ? യെസ്. അപ്പോൾ ഇതിൻ്റെ 35ൻ്റെ ആൻസർ എന്ത് വരും? 35ൻ്റെ ആൻസർ 1,000,111 വരും. പോയിന്റ് 0.25ൻ്റെ മക്കളെ 0.25 into 2 എത്ര? 2 into 5 10. റിമൈൻഡർ 1, 2 into 2 4, 4 plus 1 5 വരും അല്ലേ? 4 plus 1 5 വരും. ക്ലിയർ? അപ്പോൾ 0.50 കിട്ടിയോ? അപ്പോൾ ഇവിടെ പോയിന്റിന് ഇപ്പുറത്തോട്ട് എന്തോന്ന് 0 വന്ന് അതെടുത്ത് റൈറ്റ് ചെയ്യും അല്ലേ? ദെൻ 0.50 into 2 വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം, 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 0 0, 2 into 5 10, റിമൈൻഡർ 1, ദെൻ 2 into 0 0, 0 plus 1 1 അല്ലേ? അപ്പോൾ 1.00. അപ്പോൾ 1 ഇപ്പുറത്തോട്ട് എന്തോ 1 വന്നു, അവനെടുത്ത് റിമൂവ് ചെയ്ത് റൈറ്റ് അല്ലേ? പരിപാടി കഴിഞ്ഞല്ലോ. അതാണ്ട് ഈ പോയിന്റിന് ഇപ്പുറത്തോട്ട് 0 വന്നു, അതെടുത്ത് റിമൂവ് ചെയ്തു, 1 എടുത്ത് റിമൂവ് ചെയ്തപ്പോൾ ആൻസർ 0.00 വരും. അപ്പോൾ വീണ്ടും മൾട്ടിപ്പിൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. സോ ഇവിടെ വെക്കാം, മുകളിൽ നിന്ന് താഴോട്ടായിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ അതാണ് 0.01 ആയിരിക്കും ആൻസർ വരുന്നത്. ക്ലിയർ? ഓക്കെ, യെസ്. നെക്സ്റ്റ് വെക്കാം, എക്സ് ബേസ്. ഇത് വളരെ ഷുവറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അഥവാ നമ്മളൊരു ബൈനറി നമ്പർ എന്നിട്ടാണെങ്കിൽ ഒക്ടലിലോട്ടും ഹെക്സാഡെസിമലോട്ടും കൺവേർട്ട് ചെയ്യാൻ ക്വസ്റ്റ്യൻ മോഡൽ എക്സാമിന് വന്നായിരുന്നു. മോഡൽ എക്സാമിന് അതേ ഇവിടെ റിപ്പീറ്റ് ചെയ്യും കേട്ടോ. ഇവിടെ വെക്കാം, എക്സ് ബേസ് 8 1010110 ബേസ് 60 കൺവേർട്ട് ചെയ്യാം. അവിടെ വെക്കാം, ബൈനറി എന്താണ്? ആദ്യമായിട്ട് നമുക്ക് ബേസ് 8 കൺവേർട്ട് ചെയ്യാം. ആദ്യമായിട്ട് 10110101 അല്ലേ? നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് പെയർ ചെയ്യാം. എത്ര ബിറ്റാണ് ഈ ഒക്ടൽ ആകുമ്പോൾ? എത്ര ബിറ്റാണ് മക്കളെ? ഒക്ടൽ ആകുമ്പോൾ എത്ര ബിറ്റാണ്? ഒക്ടൽ ആകുമ്പോൾ 3 ബിറ്റ് ആയിരിക്കും. 1 2 3 ഇതൊരു പെയർ, 1 2 3 ഇതൊരു പെയർ, 1 2 ബിറ്റേ ഉള്ളല്ലോ. 3 ബിറ്റ് ആക്കാൻ ഒരു 0 ആഡ് ചെയ്യുക. ക്ലിയർ? ഇവിടെ വെക്കാം, 010 ആകുമ്പോൾ നമുക്ക് 010 ആകുമ്പോൾ 010 എന്തായിരിക്കും? 2 വരും. 110 ആകുമ്പോൾ 4 2 6, 101 ആകുമ്പോൾ 4 1 5. ഇപ്പോൾ 265 ബേസ് 8 വരും. ക്ലിയർ? നെക്സ്റ്റ് എടുത്ത് നോക്കാം. വീണ്ടും ഇതെടുത്ത് വീണ്ടും റൈറ്റ് ചെയ്യല്, അത് തെറ്റിപ്പോവും കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് വീണ്ടും റൈറ്റ് ചെയ്യുക. അപ്പോൾ 10 നമ്മൾ ഒരു ബിറ്റ് അവിടെ ആഡ് ചെയ്തല്ലോ, അപ്പോൾ അത് തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഇവിടെ പറയുക. അപ്പോൾ വീണ്ടും ആ നമ്പർ എടുത്ത് റൈറ്റ് ചെയ്യുക. 10 11 11 01 01. 4 ബിറ്റ് ഹെക്സാഡെസിമൽ നമ്പർ ഇത്ര ബിറ്റാണ്. ബൈനറിയിൽ 4 ബിറ്റ് ആയിരിക്കും. 4 ബിറ്റായിട്ട് പെയർ ചെയ്യാം. 1 2 3 4 ഇതൊരു പെയർ, ദെൻ 1 2 3 4 ഇത് മറ്റൊരു പെയർ അല്ലേ? യെസ്. കൺവേർട്ട് ചെയ്യാം. ഏത് മെത്തേഡ്? 8421 മെത്തേഡ് അല്ലേ? അപ്പോൾ 1011 അല്ലേ? അപ്പോൾ 8 2 10, 10 1 11, 11 നമ്മൾ ബി ആയിരിക്കും. 0101 ഇത് ഒരിക്കലും 4 1 എത്ര മക്കളെ? 5 വരും. B5 ബേസ് 16 വരും അല്ലേ? കിട്ടിയല്ലോ, വളരെ സിമ്പിളായിട്ട് കിട്ടി. അപ്പം ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ബൈനറി ടു ഹെക്സാഡെസിമലും ബൈനറി ടു ഒക്ടലുമാണ് അറിഞ്ഞിരിക്കേണ്ടത്. ആ കൺവേർഷൻ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ, ആ ഒരു ഐഡിയ അറിഞ്ഞില്ലെങ്കിൽ, ആ കോൺസെപ്റ്റ് അറിഞ്ഞില്ലെങ്കിൽ എന്താണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം ഈ ഒരു ഡിജിറ്റ് നമ്പർ, ഈ ഒരു ബൈനറി നമ്പർ തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതേ മോഡലുള്ള വേറെ ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. നമ്മളല്ലല്ലോ ക്വസ്റ്റ്യൻ ഇടുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ഇതേ മോഡലുള്ള വേറെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഈ നമ്പർ മറ്റേ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താ നമുക്ക്? തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്താണ് പറയുന്ന പോലെ വരും. പക്ഷെ എന്താണ് ഈ നമ്പർ കൺവേർഷനൊക്കെ എന്താ മക്കളെ? വേറെ നമ്പർ നമ്മൾ തരുന്ന നമ്പർ തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ തന്ന നമ്പരൊക്കെ വന്നു, അതേപടി വന്നിട്ടുണ്ട് കഴിഞ്ഞ പോലത്തെ എക്സാമിനൊക്കെ. അതൊക്കെ പ്രോബബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ എന്താണ് അവിടെ കോൺസെപ്റ്റ് അറിഞ്ഞില്ലെങ്കിൽ എന്താണ്? ഈ ഒരു കൺവേർഷൻ കോൺസെപ്റ്റ് അറിഞ്ഞില്ലെങ്കിൽ അവിടെ നടക്കത്തില്ല. ഓക്കെ, അപ്പോൾ അത് ആലോചിച്ച് വെക്കുക. യെസ്. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്.
-2 ഒരു സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോമിലും വൺസിനും ടൂസിനും റെപ്രസെന്റ് ചെയ്യാം. എവിടെ വെക്കാം? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. 25 ആദ്യമായിട്ട് ഏത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യമായിട്ട് കണ്ടുപിടിക്കുക, അതിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക അല്ലേ. ഇവിടെ വെക്കാം 25/2 എത്ര മക്കളെ? 12 റിമൈൻഡർ 1. നെക്സ്റ്റ് 6 റിമൈൻഡർ 0. നെക്സ്റ്റ് 6-നകത്ത് 2 3 പ്രാവശ്യം റിമൈൻഡർ 0. 3-നകത്ത് 1 റിമൈൻഡർ 1. 0 റിമൈൻഡർ 1. അപ്പോൾ താഴെ നിന്ന് മുകളിൽ എന്തായിരിക്കും? ബൈനറി ഈക്വലന്റ്. ഇതാണ് ബൈനറി ഈക്വലന്റ്. എന്ത് കിട്ടി? 1 1 0 0 1. ഓക്കെ, ഈ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോം ആകുമ്പോൾ കിട്ടിയിരിക്കുന്ന ബൈനറിക്കിൽ എത്ര ബിറ്റ് ആക്കണം? 7 ബിറ്റ് ആക്കണം അല്ലേ. 7 ബിറ്റ് ആക്കണം. ഇവിടെ ഇത് 5 ബിറ്റാണ്. 7 ബിറ്റാക്കാൻ എന്ത് ചെയ്യണം? 2 സീറോസ് ആഡ് ചെയ്യും അല്ലേ. ഇവിടെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോം നോക്കാം. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോം അതാണ്ട് 8ാമത്തെ ബിറ്റിൽ നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ 0, നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ 1 ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്പർ നെഗറ്റീവ് ആണല്ലോ ഇവിടെ, അപ്പോൾ 1 ആഡ് ചെയ്തു സാറ്, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോം എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് എടുത്ത് അതിൻ്റെ വൺസ് കോംപ്ലീറ്റ് നമുക്ക് നോക്കാം. ബൈനറി ഈക്വൽ ഇതാണ്, നമ്മൾ വീണ്ടും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കിട്ടിയിരിക്കുന്ന ഇൻറ്റീജർ വാല്യൂൻ്റെ ബൈനറി ഈക്വൽ നോക്കാം. ബൈനറി ഈക്വലന്റ് 1 1 0 0 1 ആണ്. ഇതിനെ എത്ര ബിറ്റ് ആക്കണം? 8 ബിറ്റ് ആക്കണം അല്ലേ. 8 ബിറ്റ് ആക്കുക. 8 ബിറ്റ് ആക്കിയിട്ട് ഇവിടെ ഒക്കെ 8 ബിറ്റ് ആക്കുന്ന എങ്ങനെയൊക്കെ? 1 1 0 0 1 ആണ്. 8 ബിറ്റ് ആക്കാൻ എന്ത് ചെയ്യും? 3 സീറോസ് ആഡ് ചെയ്യുക. ഓക്കെ, ഇതിനെ വൺസ് കോംപ്ലിമെന്റ് നമുക്ക് നോക്കാം. 0ക്ക് വരെ 1 ആക്കാം, 1ന് വരെ 0 ആക്കാം അല്ലേ. അപ്പോൾ 1 1 1 0 0 1 1 0. ഇതാണ് അതിൻ്റെ വൺസ് കോംപ്ലിമെന്റ്. അപ്പോൾ അതിൻ്റെ ടൂസ് കോംപ്ലിമെന്റ് എന്തായിരിക്കും മക്കളെ? വൺസ് കിട്ടി, അതിൻ്റെ കൂടെ ടൂസ് വൺസിന്റെ കൂടെ 1 കൂട്ടുന്ന മക്കളെ എന്ത്? ടൂസ് അല്ലേ. അപ്പോൾ എന്താണ് വൺസ് കോംപ്ലിമെന്റ്? എന്താ മക്കളെ? 1 1 1 0 0 1 1 0 ആണ്. അതിൻ്റെ കൂടെ 1 കൂട്ടുക, 1 കൂട്ടുക അല്ലേ. അപ്പോൾ 0 + 1 1 1 ദാത്ത് എഴുതി 0 0 1 1 1. ക്ലിയർ? അപ്പോൾ ഇതായിരിക്കും എൻ്റെ ടൂസ് കോംപ്ലിമെന്റ് ഫോം. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റൈറ്റ് ദ കമ്പോണൻസ് ഓഫ് CPU. CPUവിൻ്റെ കമ്പോണൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. CPUവിൻ്റെ കമ്പോണൻസ് മക്കളെ ALU, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. എന്താണ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയാം മക്കളെ? എല്ലാ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന ഒരു ഏരിയ മക്കളെ എന്ത്? ALU എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് അടുത്ത് നോക്കാം എന്താണ്, അഥവാ എല്ലാ ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്, എല്ലാ കംപ്ലീറ്റ് പ്രോസസ്സിംഗ് നടക്കുന്നത് ഇവിടെ ALUലായിരിക്കും. നെക്സ്റ്റ് കൺട്രോൾ യൂണിറ്റ്, നമ്മുടെ കമ്പ്യൂട്ടർ നെർവസ് സിസ്റ്റം ആണ് മക്കളെ എന്ത്? CU എന്ന് പറഞ്ഞാൽ. നമുക്കാണെങ്കിൽ എല്ലാ ഓൾ അതർ യൂണിറ്റ്സിനെ കോർഡിനേറ്റ് ചെയ്യുക, മാനേജ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് CUവിനുള്ള അല്ലേ. രജിസ്റ്റേഴ്സ്, എന്താണ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? അതൊരു ടെമ്പററി സ്റ്റോറേജ് എലമെന്റ് ആണ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് ഡേറ്റ, ഇൻസ്ട്രക്ഷൻ, മെമ്മറി അഡ്രസ്, ഇന്റർമീഡിയറ്റ് റിസൾട്ട് എല്ലാം സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, അത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പിന്നെ ഡേറ്റ ആൻഡ് റാം റോം ഡിഫറൻസ് വന്നിരിക്കും മക്കളെ, വരാവുന്ന ഒരു അടിപൊളി ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താ മക്കളെ? റാം എന്ന് പറഞ്ഞാൽ റോമിനേക്കാളും കുറച്ച് ഫാസ്റ്റർ ആയിരിക്കും. റോം എന്താ മക്കളെ? ഇത് സ്ലോവർ മെമ്മറി ആയിരിക്കും. ഈ റാമിനകത്ത് എന്തൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്? OS സ്റ്റോർ ചെയ്യുന്നുണ്ട്, ആപ്ലിക്കേഷൻ പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ ഫംഗ്ഷനും ഡേറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ട്. റോമിനകത്ത് ബൂട്ടപ്പ് പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലേ. ദെൻ റാമിനകത്ത് റീഡിങ്ങും റൈറ്റിംഗും അലൗഡ് ആണ്. റോമിനകത്ത് റീഡിങ് മാത്രമേ പറ്റത്തുള്ളൂ. റാം ആണെങ്കിൽ വോൾട്ടൈൽ മെമ്മറിയാണ്. റീസൺ എന്താ മക്കളെ? കണ്ടൻസ് ലോസ് ആയി പോകും പവർ ഓഫ് ആയി കഴിയുമ്പോൾ. ദെൻ പിന്നെ റോം ആകുമ്പോൾ നോൺ വോൾട്ടൈൽ മെമ്മറിയാണ്. കണ്ടൻസ് ലോസ് ആയി പോകത്തില്ല പവർ ഓഫ് ആയി കഴിയുമ്പോൾ അല്ലേ. അതാണ് റാം റോം ഡിഫറൻസ്. മറക്കല്ലേ. യെസ്. ഓക്കെ, നെക്സ്റ്റ് മക്കളെ EVS. വാട്ട് ഈസ് EVS? എന്താണ് EVS ഡിസ്പോസൽ മെത്തേഡ്സ്? മക്കളെ ഇന്നത്തെ ലൈവിൽ കുറേ പഠിപ്പിച്ചിട്ടുണ്ട് മക്കളെ. ആ കോൺസെപ്റ്റ് എല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം ഇവിടെ വെക്കാം. എന്താണ് EVS എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഈ പറഞ്ഞ ഇലക്ട്രോണിക് പ്രൊഡക്ട്സിൻ്റെ എല്ലാം ഡിസ്കാർഡഡ് ഫോമിൽ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? EVS എന്ന് പറയാം. യൂസ്ഫുൾ ലൈഫിൻ്റെ എൻഡിലായിട്ട് എത്തുന്ന ഒരു സിറ്റുവേഷനിൽ എന്ത് വിളിക്കാം? EVS എന്ന് വിളിക്കാം. EVS ഡിസ്പോസൽ മെത്തേഡ്സ് ഏക്കേടാ. ഈ റീയൂസ്, റീസൈക്ലിംഗ് ഓഫ് EVS, ഇൻസിനറേഷൻ, ലാൻഡ് ഫില്ലിംഗ്. മറക്കല്ലേ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, മിസ്സാക്കല്ലേ. യെസ്. പിന്നെ മേജർ ഫങ്ഷൻസ് ഓഫ് OSൻ്റെ മേജർ ഫങ്ഷൻസ്: പ്രോസസ് മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്. ഇത് നോക്കാതെ പോലെ ഇത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. യെസ്. നെക്സ്റ്റ് ലിസ്റ്റ് ഫേസസ് ഓഫ് പ്രോഗ്രാമിംഗ്. ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്: പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, പ്രിപ്പയറിംഗ് അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്, കോഡ് ഇൻ ദ പ്രോഗ്രാം യൂസിംഗ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ട്രാൻസ്ലേഷൻ, ഡീബഗിംഗ്, എക്സിക്യൂഷൻ ടെസ്റ്റിംഗ്, ലാസ്റ്റ് വൺ ഈസ് ഡോക്യുമെന്റേഷൻ. മക്കളെ ഈ ഒരു ഓർഡർ തന്നെ കീപ്പ് ചെയ്ത് പഠിച്ചേക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രോഗ്രാം റിട്ടേണിംഗ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് റിട്ടേൺ ചെയ്ത പ്രോഗ്രാമിനെ എന്ത് വിളിക്കാം? സോഴ്സ് കോഡ് എന്ന് വിളിക്കാം അല്ലേ. സോഴ്സ് കോഡ് എന്ന് വിളിക്കാം, കുഴപ്പമില്ലല്ലോ. യെസ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. കാരണം 2-3 അല്ലാണ്ട് ചോദിക്കുന്നില്ല, അതുകൊണ്ട് വേണമെങ്കിൽ വീണ്ടും ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റിംഗ് അൽഗോരിതം ഫൈൻഡ് സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. നമ്മൾ ഇന്നലെ ചെയ്തതാണ്, എന്നാലൊന്ന് പറയുകയാണ്. സ്റ്റെപ്പ് 1 എന്താണ്? സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 എന്താണ് മക്കളെ?
ഇൻപുട്ട് 3 വേരിയബിൾസ് എയും ബിയും സിയും. സ്റ്റെപ്പ് 3 നോക്കാം. സമ്മിൻ്റെ ഇക്വേഷൻ എ പ്ലസ് ബി പ്ലസ് സി. സ്റ്റെപ്പ് 4 നോക്കാം. ആവറേജിൻ്റെ ഇക്വേഷൻ എസ് ഡിവൈഡഡ് ബൈ 3. സ്റ്റെപ്പ് 5 പ്രിന്റ് എസ് കോമ എ വി ജി. സ്റ്റെപ്പ് 6 സ്റ്റോപ്പ്. യെസ്, സ്റ്റാർട്ട് വെക്കാം. സ്റ്റാർട്ട് കൊടുത്തു. ദെൻ ഇൻപുട്ട് എ കോമ ബി കോമ സി. ദെൻ നമുക്ക് ഈ 2 സ്റ്റെപ്പ് നമുക്ക് ഒരു റെക്ടാങ്കിൾ കൊടുക്കില്ല. കാരണം നടുക്ക് ഒരു ഈക്വൽറ്റി വരുമ്പോൾ ഈ സിമ്പിളാണ് മക്കളെ. നടുക്ക് ഒരു ഈക്വൽറ്റി വരുമെങ്കിൽ റെക്ടാങ്കിൾ ആയിരിക്കും അല്ലേ. നടുക്ക് ഒരു ഈക്വൽറ്റി അത് അസൈൻമെന്റ് വരുന്നത് റെക്ടാങ്കിൾ ആയിരിക്കും. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. എ വി ജി ഇസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ 3. നെക്സ്റ്റ് പ്രിന്റ് എസ് കോമ എ വി ജി. ദെൻ സ്റ്റോപ്പ്. ക്ലിയർ? യെസ്, ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. യെസ്, മിസ്സാക്കിയേ ചെയ്യല്. ഓക്കെ. പിന്നെ അഡ്വാൻറ്റേജ് ഓഫ് ഫ്ലോ ചാർട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് അനാലിസിസ്, എഫക്റ്റീവ് സിന്തസിസ്, എഫിഷ്യൻറ്റ് കോഡിങ്. മിസ്സാക്കിയേ ചെയ്യല് കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. യെസ്, റെഡി. പിന്നെ എന്താണ് മക്കളെ ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ? ക്യാരക്ടർ സെറ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. ഒരു ലാംഗ്വേജിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. നമുക്കാണെങ്കിൽ സെറ്റ് ഓഫ് വാലിഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയാൻ ആസ്കി റേഞ്ച് എന്ത് വരും മക്കളെ? 0 to 255 വരും അല്ലേ. 0 to 250 ആസ്കി റേഞ്ച് വാല്യൂ വരുന്നതാണ് നമുക്ക് എന്ത് ഈ ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ടോക്കൺ. ഈ ഒരു ചാപ്റ്ററിൽ അത് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ടോക്കൺ എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദി പ്രോഗ്രാം ആണ്. ടോക്കൺസിന്റെ മറ്റൊരു ലെക്സിക്കൽ യൂണിറ്റ് എന്ന് പറയുക. C++ൽ 5 ടൈപ്സ് ടോക്കൺസ് ഉണ്ട്. കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. മക്കളെ ഇതിന്റെ ഓരോന്നിന്റെ എക്സാമ്പിൾ സഹിതം പഠിച്ചു വെച്ചേക്കണേ മക്കളെ. എല്ലാത്തിന്റെ എക്സാമ്പിൾ സഹിതം പഠിച്ചു വെച്ചേക്കുക. ചോദിക്കുന്ന നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. യെസ്, നെക്സ്റ്റ് വെക്കാം. ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് ഇൻ C++. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഷുവർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് ഇൻ C++. മക്കളെ ഏക്കേടാ. ക്യാർ, ഇന്റ്, ഫ്ലോട്ട്, ഡബിൾ വേർഡ്. ക്യാർ എന്നുള്ള ക്യാരക്ടേഴ്സ് റെപ്രസെന്റ് സൈസ് 1 ബൈറ്റ്. ദെൻ ഇന്റ് എന്ന് പറയുന്ന ഇൻഡിജേഴ്സ് റെപ്രസെന്റ് സൈസ് 4 ബൈറ്റ്. ദെൻ ഫ്ലോട്ട് എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്ത ഫ്രാക്ഷൻ നമ്പേഴ്സ് റെപ്രസെന്റ് സൈസ് 4 ബൈറ്റ്. ഡബിൾ ആകുമ്പോൾ ഡബിൾ പ്രസന്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് റെപ്രസെന്റ് സൈസ് 8 ബൈറ്റ്. ദെൻ വോയിഡ് ആകുമ്പോൾ നൾ ഡേറ്റ റെപ്രസെന്റ് സൈസ് 0 ബൈറ്റ് അല്ലേ. മറക്കല്ലേ. യെസ്, ഓക്കെ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം ചോദിക്കുന്നതാണ്. ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ, യൂസ് നെയിം സ്പേസ്, ഐഡന്റിഫയർ, ഇന്റ്, മെയിൻ സ്റ്റേറ്റ്മെന്റ്സ്, എക്സെട്ര. റിട്ടേൺ 0. മറക്കല്ലേ. യെസ്, മറക്കേ ചെയ്യല്ലേ മകളെ. നെക്സ്റ്റ് ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ്, സിൻടാക്സും എക്സാമ്പിൾ കേട്ടോ. അപ്പം ഇതിന്റെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. അതും ജസ്റ്റ് നോക്കി വെച്ചേക്ക് കേട്ടോ. ഈ നെക്സ്റ്റ് ഡിഫോൾട്ട് സിൻടാക്സ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 2, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1, എൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മക്കളെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. യെസ്, അതാണ്ട് ഇതേപോലെ റീറൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളതാണ്. മക്കൾ ഇതെങ്ങനെ റീറൈറ്റ് ചെയ്യുക? സ്വിച്ച് ബ്രാക്കറ്റ് കൊടുക്കുക. സ്വിച്ചിലോട്ട് റീറൈറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുകയാണ്. ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കാം? ഡേ കൊടുക്കുക അല്ലേ. ഡേ കൊടുക്കാം. ഡേ കൊടുത്തു. ഫസ്റ്റ് കേസ് ഡേയുടെ വാല്യൂ ഫസ്റ്റ് 1 അല്ലേ. കേസ് 1 ആണെങ്കിൽ സി ഔട്ട് സൺഡേ. ദെൻ ബ്രേക്ക്. കേസ് 2 സി ഔട്ട് മൺഡേ. ബ്രേക്ക്. കേസ് 3 ഡേയുടെ വാല്യൂ 3 അല്ലേ നമ്മളെ. സി ഔട്ട്. അപ്പോൾ അവിടെ എവിടെയാണ് എൽസിഫിനകത്താണെങ്കിൽ എന്താണ് ആ വേരിയബിളിന്റെ വാല്യൂസ്, അതാണ് കേസ് വാല്യൂസ് ഉണ്ടോ എന്താണെങ്കിലും. ദെൻ സി ഔട്ട് ട്യൂസ്ഡേ. ബ്രേക്ക്. ദെൻ ഡിഫോൾട്ട്. എൽസിന് പകരം ഉപയോഗിക്കുന്ന നമുക്ക് ഡിഫോൾട്ട് ഇല്ലേ. എൽസിന് പകരം ഉപയോഗിക്കുന്നത് എൽസിന്റെ സ്റ്റേറ്റ്മെന്റ് നല്ല സി ഔട്ട് റോങ് ഇൻപുട്ടിലടാ. അപ്പോൾ സി ഔട്ട് റോങ് ഇൻപുട്ട്. കേർലി ബ്രേസ് ക്ലോസ് ചെയ്ത്. ക്ലിയർ? റെഡി അല്ലേ? യെസ്, റെഡി. യെസ്,
പിന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ എന്ത് ഈ പറഞ്ഞിട്ടുള്ള എന്താണ് നെറ്റ്വർക്ക്. നെറ്റ്വർക്കിൻ്റെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. പിന്നെ ഡെഫിനിഷൻസ് ആണെങ്കിൽ നെറ്റ്വർക്കിൻ്റെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യാണ്. എന്താണ് നെറ്റ്വർക്കിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സും അതർ കമ്പ്യൂട്ടിംഗ് ഹാർഡ്വെയർ ഡിവൈസും ആണെങ്കിൽ ഇലക്ട്രോണിക്കലി കണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണെങ്കിൽ എന്ത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. അടുത്ത ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യാണ് അഡ്വാൻറ്റേജസ് ഓഫ് നെറ്റ്വർക്ക്, റിസോഴ്സ് ഷെയറിങ്, പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, കമ്മ്യൂണിക്കേഷൻ, റിലയബിലിറ്റി, സ്കെയിലബിലിറ്റി. മറക്കല്ലേ കേട്ടോ, ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ, 100% ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. നെക്സ്റ്റ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എലമെൻറ്റ്സ്. എന്താണ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻഡറിൻ്റെയും റിസീവറിൻ്റെയും ഇടയ്ക്കാണെങ്കിൽ ഡേറ്റ ഒരു മീഡിയം ട്രാൻസ്മിഷൻ ത്രൂ ആണെങ്കിൽ കൈമാറുക. ഓക്കെ, അതിൻ്റെ എലമെൻറ്റ്സുകളൊക്കെ നമുക്ക് സെൻഡർ, റിസീവർ, മെസ്സേജ്, മീഡിയം, പ്രോട്ടോകോൾ. ഇത് 2 കൊല്ലമായിട്ട് ചോദിക്കുന്നില്ല, ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. യെസ്, ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. പിന്നെ മക്കളെ ടോപ്പോളജിയും ഒന്ന് നോട്ട് ചെയ്ത് ടോപ്പോളജി ചാപ്റ്റർ നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. യെസ്. നെക്സ്റ്റ് ഇ ഗവേണൻസ് എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് ചോദിക്കാറുണ്ട്. ഇ ഗവേണൻസിൻ്റെ ബെനിഫിറ്റ്സ് ചോദിക്കാറുണ്ട്. ഇ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ഗവൺമെൻറ് സർവീസൊക്കെ സിറ്റിസൺസ് വേണ്ടി കൺവീനിയൻ്റ് ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും ട്രാൻസ്പെറൻറ്റും അല്ലെങ്കിൽ കൊടുക്കുന്നതാണ് നമുക്കെന്ത് ഈ പറഞ്ഞ ഇ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇ ഗവേണൻസ് നമുക്ക് ഒരു ഓട്ടോമേഷൻ ഗവൺമെൻറ് സർവീസ് ലീഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇത് ഡെമോക്രസി സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് എൻഷുർസ് മോർ ട്രാൻസ്പെറൻസി ഇൻ ഫംഗ്ഷനിങ്ങിലൊക്കെ ഒരുപാട് സുതാര്യത കൈവരുത്തുന്നുണ്ട്. ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇതൊക്കെ റെസ്പോൺസിബിൾ ആകും. എപ്പോഴും നമുക്ക് ഈ പബ്ലിക് നമുക്ക് ഒരിക്കലും ഓഫീസിൽ കയറി ഇറങ്ങേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്ക് കേട്ടോ. അതും ചോദിക്കാറുണ്ട്. അതും ചോദിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കും കേട്ടോ. അപ്പോൾ ഇത്രയാണ് മക്കളെ നമ്മളെ ഷുവറായിട്ട് വരുന്ന വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യും? സൂപ്പർ സിസ്റ്റം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഷുവറായിട്ട്. ഇതും പഠിക്കുക, അതിൻ്റെ ഒപ്പം നമ്മുടെ സൂപ്പർ സിസ്റ്റം ഡിസ്കസ് ചെയ്യുക. നമ്മൾ എല്ലാ ലൈവുകളും മാരത്തോൺ കാണുക, ഇന്നലെ പഠിപ്പിച്ച മാരത്തോൺ കാണുക. അതിന് മുന്നേ കംപ്ലീറ്റ് പ്രോഗ്രാം സൊല്യൂഷൻ പഠിച്ചു, നമ്പർ കൺവേർഷൻ, അൽഗോരിതം, ഫ്ലോ ചാർട്ട് പഠിപ്പിച്ചു, അത് കാണാം. പിന്നെ നമ്മുടെ എല്ലാം ക്രോഡീകരിച്ചിട്ടുള്ള ഒരു ഐറ്റം മക്കൾ എന്താ സൂപ്പർ സിസ്റ്റം കണ്ടാൽ മനസ്സിലാവുന്നതാണ്. ഈ 4 ലൈവുകൾ കണ്ടാൽ മാത്രമേ സൂപ്പർ സിസ്റ്റം, അഥവാ നമ്മുടെ ഈ ചാപ്റ്ററിനെ കുറിച്ച് കോൺസെപ്റ്റ് അറിയാൻ മാത്രമേ. ഇന്ന് ഫുള്ള് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ വന്നത്. ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ ആൻസർ അറിയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. പുതിയതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, പഴയ കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഡിഫറൻറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ലൈവാണ്. ഷുവറായിട്ട് നാളത്തെ ക്വസ്റ്റ്യൻ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഒരിക്കലും ലൈവ് മിസ്സാക്കില്ല. ഷാർപ്പ് 7:30 PM. ബൈ.